എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഈ റൂട്ട് നമ്മൾ നേരെ പിടിച്ച് നമുക്ക് കിട്ടാവുന്ന കാഴ്ചകളൊക്കെ എടുത്തിട്ട് പോവുക. പെട്രോളിൻ്റെ ഒരു വിഷയം കൂടെ ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് കയറിയപ്പം പെട്രോൾ പമ്പ് കണ്ടത്, നമ്മളത് ഇച്ചിരി ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാൻ പറ്റിയില്ല. മൈലേജ് ചേട്ടൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ കാണിക്കുന്നത്, അതുകൊണ്ട് അതൊന്ന് ഫില്ല് ചെയ്യാൻ പറ്റി. അങ്ങനെ പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഇതൊന്നും തീരത്തൊന്നുമില്ല. ഇതിലേക്കുള്ള യാത്രയിൽ ഡെസ്റ്റിനേഷൻ അറിയാത്തതാകുമ്പോൾ നമുക്ക് ഈ കരുതലൊക്കെ ഒട്ടാവുന്നത് നല്ലത് തന്നെ. എനിവേ, അപ്പോൾ എന്തായാലും നമുക്ക് ചെറുകെ പോകാം. റോഡ് നിൽക്കുന്നുണ്ടോ? റോഡൊക്കെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ അന്യ ലാൻഡ്സ്കേപ്പ്. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്ത് കാണും കേട്ടോ. അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ വീഡിയോയിൽ. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നതാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ കുറേ കാഴ്ചകൾ നമുക്കുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് തീർക്കാൻ കഴിയാത്ത ഒരു റൂട്ടാണിത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എവിടെ നോക്കിയാലും കാഴ്ചകളാണ്, എവിടെ നോക്കിയാലും മനോഹരമായ പ്രകൃതി ഭംഗിയാണ്. അതുകൊണ്ട് നമുക്ക് ഒട്ടും ഇത് സ്കിപ്പ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണിത് നമ്മൾ 1, 2, 3 എപ്പിസോഡുകളായിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അത്രയ്ക്കും മനോഹരമാണ് കാഴ്ചകൾ. എന്തായാലും ഇന്ന് ഇവിടെ വന്നപ്പോൾ നമ്മൾ ലക്ഷ്യമില്ലാതാണ് വന്നത് എന്ന് പറയുകയാണെങ്കിലും ഇവിടെ വന്നപ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായി. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 1, 2 പേര് നമ്മളെ ഈ പ്രദേശവാസികൾ അതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ഒരു നന്ദി പറയട്ടെ. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മനോഹരമായ ഒരു ഇപ്പോൾ കടന്നു വന്ന പാലം കണ്ടില്ല, ആ പാലം കയറി വന്നപ്പോൾ മനോഹരമായ ഒരു കാഴ്ച കണ്ടു. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഈ റൂട്ട് നമ്മൾ കയറി വന്ന് അതായത് ഇതിൻ്റെ ഗ്രാമീണ ഭാഗത്തേക്കൊക്കെ വന്നപ്പോഴത്തേനുണ്ടല്ലോ, ഇവിടെ നമ്മൾ വരുന്ന വഴിക്കൊക്കെ കുറച്ച് ആൾക്കാരെയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മൾ ചോദിക്കുന്നതിനൊക്കെ കൃത്യമായി മറുപടി പറയും. കുറേ സംസാരിക്കാനൊക്കെ അവർ താല്പര്യം കാണിക്കുന്നവരാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ വന്നപ്പം ചിരിച്ചുകൊണ്ടല്ലാതെ ഇവർ ആരെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മളവിടെ നിന്ന് ആ പാലം കടന്നു വന്ന് അവിടെ നിർത്തി ആ തേയിലത്തോട്ടത്തിൽ നിന്ന് 2 ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ശ്രമിച്ചപ്പം 2 പേര് ബൈക്കിൽ വന്നു. അപ്പോൾ അവർ എന്നെ കണ്ട് വണ്ടി നിർത്തി. ഞാൻ അവരോട് സംസാരിച്ചപ്പം അവർ എൻ്റെ പ്രദേശത്ത്, അതായത് എൻ്റെ നാട്ടിൽ എലവന്തിട്ട എന്ന് പറഞ്ഞ പ്രദേശത്ത് ബന്ധുക്കളുള്ള 2 പേരാണ്. അപ്പം അടയാളമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവരെ മീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ചെങ്കര ടൗണിലാണ്, ചെങ്കര ജംഗ്ഷനിലാണ്. ചെങ്കര ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഉൾനാട്ടിലുള്ള ഒരു ജംഗ്ഷനാണിത്. അപ്പോൾ ഇവിടെ എല്ലാ സംവിധാനങ്ങളും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ടൗണാണിത്. എല്ലാ സ്ഥാപനങ്ങളും ഉള്ള ഒരു ടൗണായിട്ട് എനിക്ക് തോന്നുന്നത്. മലയോര പ്രദേശങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഉൾപ്രദേശങ്ങളിൽ വരുമ്പോൾ ഇതുപോലൊരു ടൗണായിരിക്കും അവർ കേന്ദ്രീകരിക്കുന്നത്. ആ ടൗണിൽ ഒരുപാട് അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുകയും അവരുടെ കൃഷി സാധനങ്ങൾ വിൽക്കുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ടൗണായിരിക്കും. അപ്പോൾ നമ്മൾ വന്ന ഡെസ്റ്റിനേഷൻ അവിടെ ഒരു പെൺകുട്ടിയോട് വഴി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിലേക്ക് കയറി പോയാൽ മതി. അപ്പോൾ നമുക്കിവിടെ വലിയൊരു അബദ്ധം പറ്റി. ഇപ്പം നമ്മൾ വണ്ടി കയറി പോകുന്നത് ഈ വഴി വലിയൊരു അബദ്ധം പറ്റി. പക്ഷേ നമ്മൾ ഇച്ചിരി കയറി വന്നിട്ട് വണ്ടി വെച്ചിട്ട് ഏകദേശം ഞാൻ പറയാം കുറേയേറെ മുകളിലോട്ട് നടന്നു പോയി. ഈ കുത്തനെയുള്ള കയറ്റമായിരുന്നു, ഭയങ്കരമായി വെള്ളമില്ലാത്തുള്ള നടപ്പായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ല, എത്ര സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ഈ അമ്പലത്തിൻ്റെ അവിടെ ഒരു ആദ്യം നടന്നു വന്നു. അപ്പം ഇതൊരു അമ്പലമാണ്, ഇത് ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഇതിനപ്പുറത്തെ വീട്ടിലെ ചേച്ചി എനിക്ക് എൻ്റെ ആ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വെള്ളമൊക്കെ തന്നു കുടിക്കാൻ. എന്നിട്ട് ഞാൻ അമ്പലത്തിൻ്റെ കരയെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അമ്പലം ഒന്ന് എടുക്കാൻ വിചാരിച്ചു. വിശദമായിട്ടുള്ള കാഴ്ചകളൊന്നും അമ്പലത്തിൽ നമ്മൾ എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഈ പൂജയ്ക്കുള്ള പരിപാടിയൊന്നും ആയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് നമുക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഷൂ ഒക്കെ അഴിച്ച് അമ്പലത്തിൽ കയറാനുള്ള ഒരു ബുദ്ധിമുട്ടും അത്രയ്ക്കും ടയേർഡായി എന്നതുകൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ അവിടെ ചെന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോരുകയാണ്. എന്തായാലും ഈ അമ്പലത്തിൽ ഏതായാലും ഈ കുരിശുമലയ്ക്ക് ഈ മലയിലേക്കുള്ള ഈ ചെങ്കര മലയിലേക്കുള്ള ഈ വ്യൂ പോയിൻ്റ് കാണാൻ വരുന്നവർക്ക് ഇവിടെ കയറിയിട്ട് അത്യാവശ്യം വിശ്വാസമുള്ളവർക്കൊക്കെ തൊഴുതു ഒക്കെ ചെയ്തിട്ട് പോകാൻ പറ്റുന്നൊരു ക്ഷേത്രമാണിത്. പ്രശാന്ത സുന്ദരമായ മലമുകളിൽ നിൽക്കുന്ന ഒരു വളരെ ശാന്തതയുള്ളൊരു ക്ഷേത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇവിടെ ആവശ്യക്കാർക്കൊക്കെ ഇറങ്ങി തൊഴുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അത് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അത് കുഴപ്പമില്ല, നല്ലതാണ്, അങ്ങനെ വീഡിയോ എടുത്തോളൂ, അത് ചെയ്തോളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ അവർക്കത് ഒരു കുഴപ്പവും ഉള്ള ഇതല്ല. ഇവിടെ ഈ ഭാഗത്ത് താമസിക്കുന്ന മുഴുവൻ ആൾക്കാരും തമിഴ് വംശജരാണ്. അപ്പം തമിഴ് വംശജരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്ഷേത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സാധാരണ എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
അപ്പം എനിക്ക് ആ വെള്ളം തന്ന ചേച്ചിയും അവരും തമിഴ് വംശജരാണ്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ മുഴുവൻ മലയാളം കൃത്യമായിട്ട് അവർക്ക് ഇപ്പോഴും അറിയത്തില്ല എന്നുള്ള. അപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിച്ച് പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്നു. ഈ കുത്തനുള്ള കയറ്റം ഒന്ന് കയറുന്നൊന്ന് ഓർത്ത് നോക്കി. ഏകദേശം 2-2.5 കിലോമീറ്റർ ഞാനതിൻ്റെ 3/4 ഭാഗം കയറി. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലും അവരെല്ലാം പറയും നിരുത്സാഹപ്പെടുത്തി, നടന്നു പോകാൻ പറ്റില്ല, വണ്ടി കയറി വരും, നിങ്ങൾ മണ്ടത്തരം കാണിച്ചു. അതെനിക്ക് തീർച്ചയായും മനസ്സിലായി. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയിട്ട് വാഹനം എടുത്തുകൊണ്ടാണ് വരുന്നത്. മനോഹരമായിട്ട് ആ കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. ഇവിടെ ഇതിന് മേളിൽ അംഗൻവാടി ഉണ്ട്, അങ്ങനെ എല്ലാ സംവിധാനമുള്ളൊരു സ്ഥലം തന്നെയാണിത്. പക്ഷേ ഞാൻ ഒരു അബദ്ധം കാണിച്ചു. അതിന് താഴെ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് ജസ്റ്റ് ഞാൻ കണ്ടുവെങ്കിലും വീഡിയോ എടുക്കാനുള്ള കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതിലെയാണ് നമ്മൾ ആ പറഞ്ഞ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ എത്ര മനോഹരമായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ, ആ തമിഴ് വംശജർ തന്നെയാണ് ഈ റോഡിൻ്റെ ഈ സൈഡിൽ. ഇവിടെ എല്ലാം താമസിക്കുന്ന അവർ തന്നെയാണ്. അപ്പം കൃത്യമായി മലയാളം അവർക്കറിയത്തില്ല. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ അവരൊന്ന് മനസ്സിലാക്കിയിട്ട് തമിഴ് കലർന്ന മലയാളത്തിലാണ് നമുക്ക് മറുപടി പറഞ്ഞു തരുന്നത്. അതും വളരെ പ്രയാസപ്പെട്ടു. കുറച്ച് പേർക്ക് നന്നായിട്ട് മലയാളം അറിയാം, പക്ഷേ വളരെ ഞാൻ സംസാരിച്ച കൂടുതൽ ആൾക്കാർക്കും ഞാൻ പറഞ്ഞ മലയാളം എന്താണെന്ന് രണ്ടാമത് മൂന്നാമത് എന്നോട് ചോദിച്ചിട്ടാണ് മറുപടി പറയുന്നത്. അപ്പോൾ അങ്ങനൊരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ തേയിലത്തോട്ടത്തിലും മറ്റിവിടുത്തെ ഏലത്തോട്ടത്തിലും ഒക്കെ ജോലി ചെയ്യുന്ന തമിഴ് വംശജർ തന്നെയാണ്. അവർക്കും ഇവിടെ കൃഷിഭൂമിയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. മനോഹരമായ കോൺക്രീറ്റൊക്കെ ചെയ്തിരിക്കുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയി ഡെസ്റ്റിനേഷൻ അടുത്തു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നോക്കാം നമുക്കേ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾക്ക് ഒരുപാട് യാത്ര ചെയ്ത് കുറേയേറെ വണ്ടി വരുന്ന ഒരു വഴിയായിരുന്നു. എന്നിട്ടും അതിലെ കുറേയേറെ അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം കുത്തനെയുള്ള കയറ്റം നടന്ന് നമ്മളിവിടെ വന്നു. അപ്പോൾ അവിടെ വന്നവരൊക്കെ അവിടെ ഉള്ളവരൊക്കെ ഇറങ്ങി വണ്ടി കയറി വരും, നിങ്ങൾ എന്ത് മണ്ടത്തരം കാണിച്ചത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ തന്ന് ഞാൻ പിന്നെ തിരിച്ചമ്മരെ അത്രയും ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് കയറി വന്നു. ആ വന്നതിൻ്റെ ആ ഭംഗി ഒന്ന് കാണണ്ടേ. ആ കണ്ടിട്ട് ഇതെവിടെ വന്നിരിക്കുന്നറിയാം. ഇത് ചെങ്കര, നമ്മൾ ചെങ്കര എന്ന് പറഞ്ഞാൽ, അത് ചെങ്കര എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ടപ്പന റൂട്ടിൽ മേരികുളത്തുനിന്ന് തിരിഞ്ഞിട്ട് നമ്മുടെ കുമളി റൂട്ടിൽ വരുമ്പോഴാണ് ഈ ആനവിലാസം, അണക്കര, ചെങ്കര എന്നൊക്കെ പറയുന്നത്. അത് അണക്കര ആ ഭാഗമൊക്കെയാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഇത് ചെങ്കര മൗണ്ടനാണ്, ചെങ്കര വ്യൂ പോയിൻ്റാണിത്. ഇവിടുത്തെ കാഴ്ചകൾ ഞാനൊന്ന് കാണിക്കാം. താഴെ ഒരു പോണ്ടുണ്ട്, അവിടെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാടാണ് ചുറ്റും കാണുന്നത്. ഏതായാലും ഈ കാഴ്ചകൾ ഞാനൊന്ന് കാണിക്കാം, എങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞു. ആ മലയൊക്കെ നിഴലായി വന്നപ്പോൾ നല്ല ഇതായിരുന്നു. ക്യാമറ എടുക്കുന്ന സമയം കൊണ്ട് അവിടെ നിഴലായി. ഇടുക്കിയുടെ ഇന്നത്തെ കാലാവസ്ഥ, ഇന്ന് 20-ആം തീയതിയാണ്, നവംബർ 20-ആം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ ഇടുക്കിയുടെ കാലാവസ്ഥ ഒന്ന് നോക്കിയോ, എന്ത് തെളിച്ചൊന്ന് നോക്കിയോ. മഴയൊന്നുമില്ല, ആകാശമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കുക. അതൊന്ന് കണ്ടിട്ട് പോയേ. അടിപൊളിയല്ലേ, കണ്ട പോണ്ട് അവിടെ ഉണ്ട്. ഉണ്ടോ ഈ മല ഇങ്ങനെ കിടക്കുന്നുണ്ടോ? നമ്മുടെ ഡബിൾ ദാണ്ട് അവിടെ ഇരിക്കുന്നത്. മനോഹര ഡബിളേ, അവിടിരുന്നോ, വരുക. ആക്ച്വലി ഇവിടെ നിന്ന് പ്രധാനപ്പെട്ട കുറച്ച് കാഴ്ചകളുണ്ട്. ഇതൊരു കുരിശുമലയാണ്. ഏത് ചർച്ചിൻ്റെ നമുക്ക് അവിടെ ചെന്ന് നോക്കാം. അത് എനിക്കറിയില്ല. അപ്പോൾ ഇവിടോട്ട് വണ്ടി എത്ര ഇതല്ല, ഓഫ് റോഡായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറക്കുന്നില്ല. അപ്പോൾ ഈ കുരിശുമലയുടെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ 1-2 അടിപൊളി ഒരു കാഴ്ച ഇവിടെ നിൽക്കുന്നത് ഞാൻ വന്നപ്പം കേട്ടോ. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അതും കാണിക്കാം, അതിൻ്റെ വണ്ടൊക്കെ കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. എന്തായാലും ഇന്നത്തെ യാത്രയിൽ ഞാൻ സത്യത്തിൽ അത്രയും നടന്ന് കയറി വന്നിട്ട് ആ കാഴ്ച എനിക്ക് മിസ്സാകും. കാരണം എനിക്ക് തീരെ വയ്യാണ്ടായി കയറി വന്നു. വെള്ളവും എടുത്തില്ല, ഇത്രയും ദൂരം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. താഴെ വണ്ടി കയറി പോകുമെന്നാണ് ഒരാൾ പറഞ്ഞത്. പക്ഷെ അത് എനിക്ക് ആ കയറി വന്നപ്പം ചെറിയൊരു മോശമുള്ള റോഡ് പോലെ തോന്നി. കുത്തനെയുള്ള കയറ്റമാണെങ്കിൽ മോശം റോഡിൽ കൂടെ ഒക്കെ വരുന്ന പാടായതുകൊണ്ട്
ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് പോകുന്നു. അതാണ് വിഷയം ഉണ്ടായത്. എന്തായാലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഡെസ്റ്റിനേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി ഏരിയയാണ്. അത്ര പെട്ടെന്നൊന്നും ഈ ഭാഗമൊന്നും ആരും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്ന്, ഇനി എൻ്റെ കാഴ്ചക്കുറവ് കൊണ്ടാണെന്ന് അറിയത്തില്ല. ഞാൻ ഇനി അതൊന്ന് പരിശോധിക്കാൻ എന്തായാലും നിങ്ങളൊന്ന് പരിശോധിച്ചു. വണ്ടി നമ്മുടെ ഡെവിളിനെ കാണത്തില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞു സാരമല്ല. ഞാൻ സാധനവും ബാഗൊക്കെ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ക്യാമറ ബാഗൊക്കെ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരാളും ഇല്ല. ഞാനല്ല ഇവിടെ ഒറ്റ മനുഷ്യനില്ല കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് ആളില്ല. അത് തന്നെ വിഷയം. ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ഇവിടെ ആളൊക്കെ വരും. പിന്നെ സന്ധ്യയൊക്കെ ആകുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വരുമെന്ന് തോന്നുന്നു. അവിടെ ചെന്നിട്ട് അടുത്ത വ്യൂ പോയിൻ്റ് ആ ഭംഗി ഒന്ന് കാണാം നമുക്ക്. ഇത് കണ്ടോ, ഇവിടെ ഒരു നാടുകാണി പവലിയൻ ഒരു ടവർ കെട്ടി വെച്ചേക്കുന്നുണ്ടോ. അതിൽ കയറാൻ പറ്റുമോ? പക്ഷെ കാട് കയറി കിടക്കും. എന്തായാലും നോക്കണം, കയറാൻ പറ്റുമോ, കയറണം. ഇത് ഗവൺമെൻറ് ചെയ്തു വച്ചിരിക്കുന്നതാണോ അതോ ചർച്ച് വകയാണോ എന്തോ ഒന്നും അറിയില്ല. ചർച്ചിന് ഇത് മുഴുവൻ കൊടുക്കത്തില്ല. എന്തായാലും കുരിശുമലയ്ക്ക് വേണ്ടി മാത്രമേ കൊടുക്കത്തുള്ളായിരിക്കും. എന്തായാലും ഇതൊരു മനോഹരമായ കാഴ്ചയാണ്. എന്തായാലും നമുക്ക് കുരിശുമല ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ഈ കുരിശുമലകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴേ ഇതുപോലുള്ള ഈ കെട്ടൊക്കെ കണ്ടുപോകണ്ടല്ലോ, അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. പക്ഷേ ഒരുപാട് ആൾക്കാരൊന്നും വരാത്തൊരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ വണ്ടികളൊക്കെ വന്ന് തിരിഞ്ഞ പാടൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ വരുന്നതാണ്. നമ്മൾ ഡെവിൾ അവിടെ ഉണ്ട്. ഇപ്പം കാണാൻ ഡെവിളുണ്ടല്ലോ, കട്ടൊക്കെ ഇടിച്ച് നിൽക്കും കേട്ടോ. ഇനി ഇറങ്ങുമ്പോഴാണ് പാടം. അപ്പം ഞാൻ ഈ കുരിശുമലയുടെ മുകളിലേക്ക് കയറുകയാണ്. എൻ്റെ പൊന്നെ, ഈ ഏരിയയിൽ ഏറ്റവും ഉയരത്തിൽ നമ്മളെത്തി കേട്ടോ. ഏറ്റവും ഉയരത്തിൽ. എൻ്റെ പൊന്നെ, ഇതിപ്പോൾ എവിടെ നമ്മൾ നിൽക്കുന്നത് കണ്ടോ? ഇത് കണ്ടോ? അയ്യോ, ടൗണ് കണ്ടോ? ചെങ്കര ടൗണാണ് കാണുന്നത് കണ്ടോ. ചെങ്കര ടൗണിന് ചുറ്റും തേയിലത്തോട്ടം. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ മനോഹരമായിരുന്നു തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ കേട്ടോ. അതൊക്കെ നമ്മളിങ്ങനെ നമ്മൾ വന്ന വഴി പോലും കാണാനില്ല. എല്ലാം മരം കയറിയിട്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ അവിടെ ഒരു ഇച്ചിരം കാണാം. അതിലേ നമ്മൾ വന്നത്. സ്കൂൾ ബസ് ഇറങ്ങി പോകുന്നതല്ലേ നമ്മൾ വന്നേ. ഇപ്പോൾ കണ്ടോ ഈ കാഴ്ചയുടെ മനോഹാരിത കണ്ടോ, എത്രമാത്രം മനോഹരമാണെന്ന്. അയ്യോ, എനിക്ക് തല ഇറങ്ങുന്നു. അവിടെ വന്നിട്ടേ ഇങ്ങോട്ട് തിരിഞ്ഞപ്പം തല ഇറങ്ങുന്ന പോലെ തോന്നി കേട്ടോ. ഇനി എന്താ, കുരിശുമലയാണേ. കുരിശുമലയിലെ കാഴ്ചകളൊന്ന് കാണാം. കുരിശുമല ഈ കുരിശുമല ഇവിടെ നിന്നാലും തെക്കുവെള്ളിയാഴ്ചയാണല്ലോ കുരിശുമലയ്ക്ക് പ്രാധാന്യമുള്ളത്. അതിന് മുമ്പൊന്നും കുരിശുമലയ്ക്കൊന്നും കാര്യമായ പ്രാധാന്യമൊന്നുമില്ല. ആരും അങ്ങനെ വരുത്തൊന്നുമില്ല. ഇനി നമ്മൾ പോകുന്ന വഴികളാട്ടോ. നമ്മളിനി ഈ എന്താ പറയുന്നത്, ഇവിടെ വണ്ടിപ്പെരിയാർ റൂട്ടിൽ നമ്മൾ പോകുന്നത്. ഇനി വണ്ടിപ്പെരിയാറിൽ ഇറങ്ങാൻ വേണ്ടിയാണ്, കുമളി പോകാതെ. അപ്പോൾ റൂട്ട് ഇനി അതിമനോഹരമായിരിക്കും. ഇവിടുത്തെ ഈ ലാൻഡ്സ്കേപ്പൊക്കെ കണ്ടിട്ട്. എന്തായാലും നമ്മൾ വന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ അതിമനോഹരം. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ത്രസിപ്പിക്കുന്ന കാഴ്ച കേട്ടോ. എത്ര കണ്ടാലും മതി വരില്ല. ആണ്ട് പുൽമേടൊക്കെ ഉണ്ടോ, ബലൂണൊക്കെ നിൽക്കുന്നത്. ഇവിടെ എന്തോ ടൂറിസം പദ്ധതി ഉണ്ടായിരുന്നു കേട്ടോ. അതെന്തോ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. അയ്യോ, ഇവിടെ ടൂറിസം. അപ്പോൾ ഇനി നമ്മൾ പോവുകയാണ്. ഇനി പോകാമെന്ന് പറഞ്ഞാൽ അടുത്ത കാഴ്ചയിലേക്ക് പോകാം. കുരിശുമലയുടെ കാഴ്ചകൾ അതേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമുക്ക് താഴോട്ട് സൂര്യൻ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. നല്ല കാഴ്ചകളൊന്നും അവിടെ കിട്ടത്തില്ല. ഇതാ ഒരു ആല് നിൽക്കുന്ന കേട്ടോ. ആല് നല്ലപോലെ കെട്ടി. അതാ ഞാൻ പറഞ്ഞു, ഇവിടെ എന്തോ ടൂറിസം പദ്ധതി ഉണ്ടായിരുന്നു കേട്ടോ. കൊടിമരമൊക്കെ കിടക്കുന്നു. അതിനൊന്നും ക്ഷാമമൊന്നുമില്ലല്ലോ. പള്ളിയുടെ ആയിരിക്കും. എന്താ ഇത് കണ്ടോ, എന്താ സംഭവം? താഴെ ഒരു ടൂറിസ്റ്റ് വില്ലേജ് ഉണ്ടാക്കാനായിരുന്നു തോന്നുന്നു. പക്ഷേ കാട് മൂടിപ്പോയിരുന്നു. കഷ്ടമായിപ്പോയി. ഒരു പദ്ധതിയായിരുന്നു. ഇതൊന്നുമില്ല ഇത് കേട്ടോ. അങ്ങ് അകലെ ഒരു പള്ളി കാണുന്നു. അയ്യോ, കഷ്ടം. ശേ, നമ്മുടെ ഡെവിൾ അവിടെ ഇരിക്കുന്നു. ഇപ്പോൾ പോകുന്നത് നല്ല കാണാം. കണ്ട ഒരു തടാകം. അത് കെട്ടി നല്ല
ഇത് പറഞ്ഞേ ചെറിയൊരു പോലെ കെട്ടി വച്ചേക്കും. ഇത്രേ ഉള്ളൂ, ഇത്രേ കയറാൻ പറ്റും. തന്നെ ധാരാളമല്ലേ. ലവ് ചിഹ്നം അടിച്ചേക്കുന്നു. അയ്യോ, അവിടെ എല്ലാം പോകാമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കാട് കയറി കിടക്കുക. ഗേറ്റ് ഓപ്പൺ ആകാൻ പറ്റുമെങ്കിൽ പോകാതെ ഇവിടോട്ട്. ഇത് ഇത്രയും പൈസ ഇവിടെ മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമായി നല്ല രീതിയിലൊരു ഇതാക്കി മാറ്റാൻ കഴിഞ്ഞില്ലെന്നൊരു പരാജയമുണ്ട് കേട്ടോ. അതൊരു മോശപ്പെട്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ കയറി വന്നത് മനോഹരമായ കാഴ്ചയിലേക്കാണ്. ഇവിടെ എത്ര നിന്നാലും മതിയാവത്തില്ല. നല്ല കാറ്റ്. എന്നാൽ നമ്മളെ തട്ടിക്കൊണ്ട് പോകുന്ന ഭീകരമായ കാറ്റൊന്നുമില്ല, നനുത്ത കാറ്റാണ്. ആ നനുത്ത കാറ്റ് നമ്മുടെ ദേഹത്ത് ഇങ്ങനെ തട്ടി തലകൂടി പോകുന്നത് തണുത്ത കാറ്റാണ് വരുന്നത്. അപ്പോൾ ഇതാ ഇവിടുന്ന് അടിവാരത്തേക്കുള്ള കാഴ്ചകളൊക്കെ എത്ര മനോഹരമാണ്. അതുകൊണ്ട് ഇവിടെ കണ്ടോ ലവ് ചിഹ്നം. അത് ഇവിടെ കുറേ ക്യാഷ് എന്തായാലും മുടക്കിയിട്ടുണ്ട്. അത് സർക്കാരാണോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ നമുക്കറിയില്ല. എന്തായാലും സർക്കാരാണെങ്കിൽ അത് ആ പൈസ വേസ്റ്റ് ആയിപ്പോയി. ഇനി പ്രൈവറ്റ് പാർട്ടി ആണെങ്കിൽ അത് അവർ ചെയ്തതിൻ്റെ ഇതിലെന്തോ ലൈസൻസിൻ്റെ പ്രശ്നത്തെ കൊണ്ട് വെച്ച് അവരുടെ പൈസ വേസ്റ്റായെന്ന് പറയാൻ വേണമെങ്കിൽ. എന്തായാലും അത് ആ കാഴ്ചകൾ, ഈ ബലൂണിൻ്റെ കാഴ്ച കണ്ട് അതൊക്കെ കണ്ടാ ചെയ്ത് വെച്ചേക്കുന്നേ. താഴെ ഒരു പക്ഷിയുടെ 2 ചിറകുകൾ, ഇവിടെ ഒരു ലവ് ചിഹ്നം, അവിടെ ഒരു ഇതും. അവിടെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. അതേ ആൾക്കാർ, പക്ഷേ അവിടെ ഗേറ്റ് തുറക്കുന്നാലേ പറ്റൂ. എന്തായാലും അത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടൊരു പദ്ധതി പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. താഴെയൊക്കെ എന്തോ അതിനോടനുബന്ധിച്ചുള്ള നിർമ്മാണങ്ങളാണെന്ന് തോന്നുന്നു നടന്നിട്ടുണ്ട്. പക്ഷേ അവിടെ കാട് പിടിച്ച് കിടക്കുക ഒന്നുമില്ല. അവിടെ മോശമായിപ്പോയി. ഇത്രയും പൈസ ഒരാൾ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് ഒരു പ്രയോജനമില്ലാതെ പോകാമെന്ന് പറഞ്ഞുണ്ടല്ലോ, അത് അത്ര നല്ല രീതിയല്ല. ടിർസോ അതിലെ കാടൊക്കെ വാങ്ങിയ ആൾക്കാരൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കാടൊക്കെ വാങ്ങിയ ഇതിലേയും വെട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ടൊരു ധൈര്യക്കുറവില്ലായ്മ ഉണ്ട്. നമ്മുടെ വണ്ടി ആ പുൽമേടിൻ്റെ അവസ്ഥ കണ്ടോ, അടിപൊളിയല്ലേ. കേവലം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ജീവിതമാണെന്ന് നമ്മൾ എന്തെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളെ പരാജയം തന്നെ അല്ല, വേറെ ആരുടെയും പരാജയം ഒന്നുമല്ല. അങ്ങനെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി തീരാനാണ് നമ്മുടെ വിധിയെങ്കിൽ നമ്മൾ അതങ്ങ് തീർന്ന് പൊക്കോളും. അതാരും ഒന്നും ചെയ്യണ്ട, സ്വാഭാവികമായിട്ട് അങ്ങ് തീർന്ന് പൊക്കോളും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ആ കെട്ടുപാടിയിൽ നിന്നൊക്കെ ഒന്ന് പുറത്തോട്ട് വരണം. അത്ര വലിയ സലിംകുമാർ പറയുന്നല്ലോ, അത്ര വലിയ ബന്ധങ്ങൾ ഏർപ്പെടണോ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബന്ധങ്ങളുടെ കാര്യമൊന്നുമില്ല. നമുക്ക് യോജിക്കാത്ത കേസ് കിട്ടുകയാണേ ഉണ്ടല്ലോ, നമ്മളങ്ങ് ചെറിയ അങ്ങ് ബാക്ക് ഔട്ടാകുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വീണ്ടും അതിന്മേൽ കടിച്ചു തൂങ്ങി കിടക്കണ്ട. അതാണ്ട് എഴുതിയേക്കും, ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം, അനുവാദം കൂടാതെ അകത്ത് പ്രവേശിക്കരുത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇത് ആരോ ഹതഭാഗ്യൻ കുറച്ച് പൈസ മുടക്കിയത് അവിടെ നൂലാമാലയിൽ കുരുങ്ങിപ്പോയി, അതാണ് സംഭവിച്ചത്. ആ പേപ്പർ വർക്കൊക്കെ നടത്താനുള്ള അനുവാദം കൊടുക്കുമോ എത്രയും പെട്ടെന്ന്. അതൊരു പാർക്കായിട്ട് വികസിച്ച് വരട്ടെ. ഇത്രയും സമാധാനവും സ്വസ്ഥമായിട്ടൊരു വ്ളോഗ് ചെയ്ത് കിട്ടിയാലോ. അപ്പം കാഴ്ചകൾ ഇനി ഒരുപാട് കാണാനില്ല എന്നതിനാലും നമ്മൾ അത്യാവശ്യം കാഴ്ചകൾ ആസ്വദിച്ചു എന്നതിനാലും നമുക്ക് ഈ പ്രദേശത്ത് എസ്കേപ്പ് ചെയ്യാം. സന്ധ്യ ആവുന്നതിനനുസരിച്ച് തണുപ്പ് കൂടും. പിന്നെന്തൊക്കെയാണ് ഇവിടെ ആനയുണ്ടോ ഒന്നും നമുക്കറിയത്തില്ലല്ലോ. ആനയൊന്നും ഉണ്ടാകാൻ വഴിയില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇവിടെ ഈ സമയമായിട്ടും ഒരു 4:45 ഒരാളും വരുന്നില്ല എന്നതുകൊണ്ട് സ്ഥിരം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമല്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മളിനി അധികം ഇവിടെ നിന്നിട്ട് മെഴുകുന്നില്ല, ചെറുതെ പോകാം, ഡബിളിൻ്റെ അടുത്തോട്ട് പോകാം. നമുക്ക് വലിയൊരു മല ഇറങ്ങാനുണ്ട്. ആ മല ഇറങ്ങിയിട്ട് നേരെ നമുക്ക് പോകേണ്ടത് ഇനിയും 10-16 കിലോമീറ്ററുകൾ ഓടിച്ചെങ്കിൽ മാത്രമേ നമുക്ക്
കൊല്ലം തേനി ദേശീയപാതയിൽ എത്തിച്ചേരാൻ വഴിയുള്ളൂ. അവിടുന്ന് പിന്നെ ഒരു 100-110 കിലോമീറ്റർ സ്ട്രെയിറ്റ് വിട്ടാലേ മാത്രമേ നമുക്ക് വീട്ടിലെത്താൻ കഴിയുള്ളൂ. അപ്പം രാത്രി ഒരു 8 മണിയാണ് ഞാൻ വിചാരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 8 മണിയാകുമ്പോൾ അവിടെ ചെല്ലുമെന്ന് വിചാരിക്കും. അതൊരു പ്രശ്നമല്ല, 8 മണിയാകുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല, കാരണം പാതിരാത്രി ഒന്നുമല്ലല്ലോ. എന്ത് രസം, എന്ത് രസം! ആകാശവും മുട്ടക്കുന്നും കണ്ട എന്താ ഇത് രസം എന്ന് പറയുന്നത്. മനോഹാരിതയെ നിൻ്റെ പേരോ ഇടുക്കി മൗണ്ടൻ വ്യൂ പോയിൻ്റ്. കുരിശുമല എന്ന പേരല്ല ഇതിന് പറയുന്നത്, ചെങ്കൽ മൗണ്ടൻ വ്യൂ പോയിൻ്റ് എന്നാണ്. ഇങ്ങനെ അടിച്ചു നോക്കിയാലേ ഇത് കിട്ടത്തുള്ളൂ. കുരിശുമല എന്ന് അടിച്ചാലേ അത് കിട്ടാൻ സാധ്യത. ഇന്നത്തെ ആകാശം കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് കൊതി വരുന്നു. നോക്കി എന്താ ഭംഗി, എന്താ രസം. ഡബിൾ സാർ നിന്റെ അസ്മാൻ എത്തി, ഡബിൾ സാർ നിന്റെ അസ്മാൻ എത്തി. ഒറ്റയ്ക്കൊന്ന് പേടിച്ചായിരുന്നോ? കരങ്ങിയായിരുന്നോ? ഒന്നും വേണ്ട, ഞാനെത്തി ഇതായെത്തി. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണേ, ഞാനും എൻ്റെ ഡബിളും കൂടെ ഇറങ്ങുകയാണ് ഈ മല. നമുക്കിനി അടുത്ത കാഴ്ചകൾ കാണാം. എന്തായാലും കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ പോകുന്ന വഴിയിലെ മനോഹാരിത എല്ലാം ഒപ്പിയെടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും അടുത്ത കാഴ്ചകളുമായിട്ട് കാണാം. അപ്പോൾ ഈ മലയിൽ നിന്നുള്ള വീഡിയോ ഇവിടെ വെച്ച് വേണ്ട ചെയ്യാം കേട്ടോ. അപ്പം പ്രിയപ്പെട്ട മലേ, നീ ഇറങ്ങട്ടെ.